കുരിശുമരണത്തിന് ശേഷമുള്ള യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്മരണയ്ക്കായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പള്ളികളിൽ ഇന്നലെ വൈകിയും പുലർച്ചെ വരെയും പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെയായി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലാണ്. തിരുവനന്തപുരത്ത് ഉയർപ്പ് തിരുനാൾ വിശേഷങ്ങൾ പങ്കുവെക്കാനായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, പ്രധാനമായും ഇപ്പോൾ ഏത് ചർച്ചിൻ്റെ മുന്നിലാണ് സൂര്യഗായത്രി ഉള്ളത്? ഗവർണറും ശശി തരൂരും അടക്കം വിവിധ സ്ഥാനാർത്ഥികൾ, ഗവർണർ ഒഴികെ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്നും എത്തിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷ, ഞാൻ നിൽക്കുന്നത് പാറ്റൂരുള്ള സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലാണ്. പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ വിശ്വാസികളെല്ലാം തന്നെ പള്ളിയിൽ പ്രാർത്ഥന കൂടാൻ എത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഈ ഓശാന ഞായർ മുതലുള്ള എല്ലാ ചടങ്ങുകളിലും തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാനാർത്ഥികൾ പള്ളിയിൽ പ്രാർത്ഥന കൂടാനും വിശ്വാസികളെ കാണാനും എത്തിയിരുന്നു. ഇന്നിപ്പോൾ ഗവർണർ കൂടി പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. സെന്റ് തോമസ് ഈ മാർത്തോമ പള്ളിയിലാണ് ഗവർണർ എത്തിയത്. ഗവർണർ വിശ്വാസികളെ കണ്ട് സന്ദേശം നൽകി, ഈസ്റ്റർ ദിന സന്ദേശം നൽകിയതിനു ശേഷമാണ് മടങ്ങിപ്പോയത്. ഈ സന്ദേശത്തിൽ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശമാണ്. സന്ദേശത്തിൽ പ്രത്യേക രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഗവർണർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ സംസ്കൃതത്തിലും ബൈബിളിലും ഖുറാനിലും ഇത്തരത്തിൽ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഗവർണർ പള്ളിയിൽ വിശ്വാസികളെ കണ്ടതിനു ശേഷം മടങ്ങിപ്പോയത്. തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് സ്ഥാനാർത്ഥി ശശി തരൂരും പള്ളിയിലേക്ക് വന്നിരുന്നു. അദ്ദേഹവും ഈസ്റ്റർ ദിന സന്ദേശം നൽകി. പ്രത്യാശയുടെ ഒരു ദിനമാണ് ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസികളെ കണ്ടതും മടങ്ങിപ്പോയതും. ഇപ്പോൾ പള്ളികളിലൊക്കെ തന്നെ ഈസ്റ്റർ ദിനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസികളൊക്കെ തന്നെ പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നതിന്റെ ഒരു തിരക്കിലാണ്. ഇന്നലെ രാത്രി എല്ലാ പള്ളികളിലും പ്രത്യേക ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലാണ് പാതിരാ കുർബാനയുടെ ചടങ്ങുകളും അതുപോലെ തന്നെ ശുശ്രൂഷകളും ഒക്കെ തന്നെ നടന്നത്. അതുപോലെ തന്നെ പട്ടം സെന്റ് മേരീസ് ക്ലിമിസ് ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകളൊക്കെ തന്നെ നടന്നിരുന്നത്. അതിനുശേഷം രാവിലെ വെളുക്കുവോളം ഇത്തരത്തിൽ പാതിരാ കുർബാന ചടങ്ങുകളൊക്കെ തന്നെ പള്ളികളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് രാവിലെ ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ തന്നെ പള്ളിയിൽ ആരംഭിച്ചത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഓശാന ഞായർ മുതലുള്ള എല്ലാ ദിവസങ്ങളും, പിന്നീട് വന്ന ദുഃഖവെള്ളിയിലായാലും ഇന്നിപ്പോൾ ഈസ്റ്റർ ദിനത്തിലൊക്കെ ആയാലും ഈ പള്ളികളിൽ സ്ഥാനാർത്ഥികൾ വന്ന് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിശ്വാസികളെ നേരിട്ട് കണ്ട് സന്ദേശം അർപ്പിക്കുന്ന, പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നും അതിന് മാറ്റമൊന്നുമില്ല. രാവിലെ ആണെങ്കിൽ 5:30 തന്നെ പാളയം പള്ളിയിൽ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുകയും വിശ്വാസികളെ കാണുന്ന ചടങ്ങുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മാർത്തോമ പള്ളിയിൽ ശശി തരൂർ MP എത്തിയിട്ടുണ്ട്. പന്ന്യൻ രവീന്ദ്രനും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുഃഖവെള്ളിയിലൊക്കെ തന്നെ പാളയം പള്ളിയിൽ എത്തുകയും വിശ്വാസികളെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനകളിലും സന്ദേശങ്ങളിലും ഒന്നും തന്നെ ഗവർണറും അതുപോലെ തന്നെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരും ഇത്തരത്തിൽ രാഷ്ട്രീയ പരാമർശങ്ങളൊന്നും ഉയർത്തിയില്ലെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഫാദർ നമ്മുടെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു. ലോകമെമ്പാടും ക്രൈസ്തവർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നു, ഭരണാധികാരികൾ അതിനൊരു മറുപടി നൽകുന്നില്ല, അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള പരാമർശങ്ങളും ആക്ഷേപങ്ങളും ഇത്തരത്തിൽ സന്ദേശത്തിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ യേശു ക്രിസ്തുവിന്റെ 3-ാം നാളുള്ള ഉയർത്തെഴുന്നേൽപ്പ് ക്രൈസ്തവർ പ്രത്യാശയുടെ ഒരു ദിനമായി ആചരിക്കുമ്പോൾ, ഈസ്റ്റർ ദിനമായി ആഘോഷിക്കുമ്പോൾ അത്തരത്തിൽ തങ്ങൾക്ക് ഈ നേരിടുന്ന ആക്രമണങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകണം, ലോകമെമ്പാടും ക്രൈസ്തവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണം എന്ന് കരുതി അത്തരത്തിലൊരു പ്രത്യാശയോട് തന്നെയാണ് ഈ ദിനം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആഘോഷിക്കുന്നത്. ഇനിയിപ്പോൾ വീടുകളിലുള്ള ആഘോഷമാണ്. ഇഷ്ട വിഭവങ്ങളൊക്കെ ഒരുക്കി ഈ 50 നാൾ നൊയമ്പിന്റെ ഒരു കാലം കൂടി ആയിരുന്നു. ആ നൊയമ്പ് അവസാനിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന് ഈസ്റ്റർ ആയിട്ട് സ്വാഭാവികമായും കഴിഞ്ഞ ഈ ദുഃഖവെള്ളിയുടെ സമയത്തൊക്കെ വിശ്വാസികൾ കൂടുന്ന ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടഭ്യർത്ഥനയുമായി എത്തിയിരുന്നു. പക്ഷേ BJP സ്ഥാനാർത്ഥി, തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി എത്തിയിരുന്നില്ല. അന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിരുന്നത് ഈ മണിപ്പൂർ വിഷയമൊക്കെ എത്തും എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഗവർണർ എത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ മറ്റുള്ള പള്ളികളിലൊക്കെ സ്വാഭാവികമായും എത്തിയിട്ടുണ്ടാകും ഇന്ന്, അല്ലേ?
അതായത് അജിംഷാദ് ഓശാന ഞായറിലും അതുപോലെ തന്നെ ദുഃഖവെള്ളി പ്രാർത്ഥനകളിലും ഒക്കെ തന്നെ തിരുവനന്തപുരത്ത് ഇടത് വലതുപക്ഷ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുകയും വിശ്വാസികളെ നേരിട്ട് കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ കാണുന്നില്ല, അതുപോലെ തന്നെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരെ പള്ളിയിലേക്ക് കാണുന്നില്ല എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സന്ദേശത്തിലൊക്കെ തന്നെ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തോമസ് ജെന്നറ്റ് ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചതും. പക്ഷേ ഇന്ന് 5:30 പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലെ പ്രാർത്ഥനയിൽ ഗവർണർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇനി ഒരു കാരണമില്ല. എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപോലെ തന്നെ പ്രചരണവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ പ്രചരണ പരിപാടി ഒന്നിനൊന്ന് മികച്ചതാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരം നടക്കുമെന്ന് കരുതുന്ന 2 മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ഒന്നിനൊന്ന് മികച്ച പ്രചരണം കാഴ്ചവെക്കാനും ജനങ്ങളിലേക്ക് ഒരുപോലെ ഇറങ്ങിച്ചെന്ന് പരമാവധി വോട്ടുകൾ നേടി വിജയം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളിലുമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും നൽകിയത്.